നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ECG, അതായത് ഇലക്ട്രോകാർഡിയോഗ്രാം എന്താണെന്ന്, അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാൽ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് ചില ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഒരു പേപ്പറിൽ പ്രിന്റ് എടുക്കുന്നു. അത് നോക്കി എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പേഷ്യൻസിന് ഓരോ ഡയഗ്നോസിസ് കൊടുക്കുന്നു. അത് നോക്കിയാണ് എങ്കിൽ ദർ ഈസ് സം ഇലക്ട്രോണിക് ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാത്തേജ് ഒരു ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് നമ്മുടെ ഹാർട്ട് ഡീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രം പേസ് മേക്കർ സെൽസ് ഇൻ SA നോട്ട്സ്, പിന്നെ അതുവഴി AV നോഡിലേക്ക് പോകുന്നു, പിന്നെ അത് ബണ്ടിൽ ഓഫ് ഹീസ് വഴി പെർക്കിഞ്ച് ഫൈബേഴ്സിലേക്ക് പോകുന്നു, പിന്നെ വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അപ്പോൾ ഹോൾ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷനെയാണ് നമ്മൾ ഇലക്ട്രോനോട്സ് വെച്ചിട്ട് എടുക്കുന്നത്. അതായത് ഇലക്ട്രോനോട്സ് വെച്ച് റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. ഇനി ECG നോക്കുകയാണെങ്കിൽ PQRST എന്നിങ്ങനെ കോമൺ ഫോമിലാണ് കാണുന്നത്. ഇനിയും അബ്നോർമൽ ആയിട്ടുള്ള വേവ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർഡിയാക് റിതംസ് ഉള്ള ഡിസ്റ്റർബൻസ് കാർഡിയാക് ഡൈറിതമിയാസ് ലൈക്ക് ആർട്ടറി ഫൈബറലൈസേഷൻ, വെൻട്രിക്കുലാർ ടാക്കികാർഡിയ എന്നിങ്ങനെ ഉള്ള കേസസിൽ നമുക്ക് അബ്നോർമൽ ECG കാണുന്നുണ്ട്. ഇനിയും അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബ്ലഡ് ഫ്ലോ ഇൻഅഡിക്കേറ്റ് ആകുമ്പോൾ നമുക്ക് ECG ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസുകൾ, ഹൈപ്പോകലാമിയ, ഹൈപ്പർ മഗ്നീഷ്യമിയ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ECGയുടെ കറക്റ്റായ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഡിഫക്ട്സിനും അല്ലെങ്കിൽ ഓരോ ഡിസീസസിനും ഓരോ ടൈപ്പ് ഓഫ് ECG ആണ്. ചിലത് വേവ് ഇൻവേർട്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ QRS വൈഡൻഡ് ആയിരിക്കാം. പല ഇലക്ട്രോലൈറ്റ്സ് ലെവൽ മാറുമ്പോൾ പല ECG ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ECG നോക്കുകയാണെങ്കിൽ ഒരു വേവ്, QRST വേവ് ഉണ്ട്. U അങ്ങനെ കാണാറില്ല. വേവ് എന്ന് പറഞ്ഞാൽ ആർട്ടറീസിൻ്റെ ഡീപോളറൈസേഷൻ ആണ്. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാസിൻ്റെ ഡീപോളറൈസേഷൻ ആണ്. ഇനിയും വേവ് എന്ന് പറഞ്ഞാൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ്. വേവ് പാപ്പിലറി മസിൽസിൻ്റെ റീപോളറൈസേഷൻ ആണ്. വേവ് അങ്ങനെ കോമൺ ആയി കാണാറില്ല. അത് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ECGയിൽ നമുക്ക് നോക്കാനുള്ളത്. ആർട്ടറീസിൻ്റെ ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കുലാർസ്, പിന്നെ വരുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കുലാർസ്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് PQRST വേവിൻ്റെ ഇത്രയും ആണ് പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്.